ഗുണ്ടൽപേട്ടിൽ മലയാളി കുടുംബത്തിന്റെ ജീവനെടുത്ത അപകടത്തിന്റെ കൂടുതൽ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഇടിച്ച ശേഷം ലോറി ബൈക്ക് വലിച്ചിഴച്ചു മുന്നോട്ടു പോകുന്നത് CCTVയിൽ. മദ്യലഹരിയിലുണ്ടായ അപകടത്തിൽ പൊലിഞ്ഞത് വയനാട് സ്വദേശികളായ ദമ്പതികളും 6 വയസ്സുള്ള കുഞ്ഞും. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് എത്ര ദൂരമാണ് ആ ലോറി ആ ഒരു ബൈക്കുമായിട്ട് വലച്ചയച്ച് പോകുന്നത്. ന്യൂസിൽ പറയുന്നത് ശ്രദ്ധിക്കണം, മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്, അജ്മലിന്റെ ആക്സിഡന്റും, അതായത് വണ്ടി ഓടിച്ച സമയത്ത് ആക്സിഡന്റ് ആയി, അതിനുശേഷം അവിടെ നിർത്തി അജ്മൽ അവിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ഒരു യുവതി രക്ഷപ്പെടുമായിരുന്നു. അവിടെ സംഭവിച്ചിട്ടുള്ളത്, രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ ശരീരത്തിലൂടെ വണ്ടി കയറ്റി ആ ഒരു യുവതി അവിടെ മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. മനസ്സിലാക്കുക, ബോധത്തോട് കൂടിയിട്ടല്ല അജ്മൽ വണ്ടി ഓടിച്ചിട്ടുള്ളത്, മദ്യമാണ് റീസൺ. ഇപ്പൊ ഇതാ വയനാട്ടിലുള്ള ദമ്പതികളും ഒരു പിഞ്ചു കുഞ്ഞുമാണ് മരിച്ചിട്ടുള്ളത്. ഇവിടെയും മദ്യപിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോറി അവിടെ നിർത്തുമായിരുന്നു. ഇത് വലിച്ചേച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഭയാനകരമായിട്ടുള്ള കാഴ്ചയാണ്. പൊന്ന് ചങ്ങായിമാരെ, നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നവരാണ്. റോഡിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാർ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. നമ്മളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാരായിരിക്കും. ഇതുപോലെയുള്ള എറണം കെട്ട ആൾക്കാർ കാരണം നമ്മുടെ ജീവൻ അപകടത്തിലാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കള്ള് കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ കള്ളുകുടി ആദ്യം നിർത്താൻ നോക്കുക. ഇനി നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ വീട്ടിലിരുന്ന് കള്ളു കുടിക്കുക. അതല്ലാതെ കള്ളു കുടിച്ച് വണ്ടി ഓടിച്ച്, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവരുടെ നെഞ്ചത്തേക്ക് വരാതിരിക്കുക. കാരണം 1 അല്ല 2 അല്ല, ഒരുപാട് അപകടങ്ങൾ ഇപ്പൊ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതൊക്കെ മാധ്യമ ശ്രദ്ധ നേടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ അറിയുന്നത്. അതല്ലാതെ നാട്ടിൽ നടക്കുന്ന പല അപകടത്തിന്റെയും മെയിൻ റീസൺ മദ്യം തന്നെയാണ്. കാരണം മദ്യപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധമുണ്ടാകില്ല, നിങ്ങളെ മനസ്സ് നിങ്ങളെ കൺട്രോളിലായിരിക്കില്ല. അപകടത്തിന് മദ്യം മാത്രമല്ല കാരണം. അത് ഞാൻ പറയാം, ചിലർ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, ഓവർ സ്പീഡ് ഉണ്ട്, അശ്രദ്ധയുണ്ട്. ഇതൊക്കെ കാരണമാണ്. ചിലതൊക്കെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മുടെ നെഞ്ചത്തേക്ക് ഇതുപോലെ വരാറുണ്ട്. അപ്പൊ പല റീസൺ ഉണ്ട്. പക്ഷേ മനഃപൂർവ്വം, അതായത് മദ്യപിക്കുക, മൊബൈൽ ഉപയോഗിക്കുക, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനഃപൂർവ്വം അപകടം ഉണ്ടാക്കാൻ ചെയ്യുന്നതിന് തുല്യമാണ്, നരഹത്യക്ക് തുല്യമാണ്. അപ്പൊ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ കാരണം മറ്റുള്ള ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ മദ്യമൊക്കെ ഇറങ്ങി ബോധം വന്നു കഴിഞ്ഞാൽ, മനസ്സാക്ഷിയുള്ള ഒരാളാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാലം നിങ്ങൾക്ക് മനസ്സമാധാനത്തോട് ജീവിക്കാൻ പോലും പറ്റില്ല. ആ കാര്യം മനസ്സിലാക്കുക. എനിക്ക് ഈ 2 വീഡിയോ കണ്ട സമയത്ത് വളരെ സങ്കടം തോന്നി. ആദ്യത്തെ ദിവസം ആ വീഡിയോ കണ്ട സമയത്ത് അത് കംപ്ലീറ്റ് കാണാൻ പോലും തോന്നിയിട്ടില്ല. ഇപ്പതാ റീസെന്റ് 2ാമത്തെ വീഡിയോ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രതികരിക്കണം തോന്നി. ദയവ് ചെയ്ത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഇതുപോലെയുള്ള മദ്യപാനമൊക്കെയുള്ള ശീലമുള്ള ആൾക്കാരാണെങ്കിൽ വീട്ടിലിരുന്ന് മദ്യപിക്കുക. പറ്റെങ്കിൽ മദ്യപാനം നിർത്തുക, അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വീട്ടിലിരുന്ന് മദ്യപിച്ച് നാട്ടിലേക്ക് നാട്ടുകാരുടെ നെഞ്ചത്തേക്ക് കയറാതിരിക്കുക.